രാഹുലിന്റെ പാർലമെന്റിലെ അതിക്രമത്തിൽ പരിക്കേറ്റ ബി.ജെ.പി. എംപിമാരുടെ മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ച് പ്രതാപ് ചന്ദ്ര സാരംഗിയുടെയും മുകേഷ് രജപുത്തിന്റെയും മൊഴിയെടുത്ത ശേഷം രാഹുലിനെ ചോദ്യം ചെയ്തേക്കും. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേർന്നുണ്ട്. ഗൗതം, ഒരു പ്രതിപക്ഷ നേതാവിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു അതിക്രമമാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയത്തിൽ കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണല്ലേ? ദേവിക, ഈ കഴിഞ്ഞ 19-ാം തീയതിയാണ് പാർലമെന്റിന്റെ പ്രധാന കവാടത്തിന് മുന്നിൽ ബി.ജെ.പിയുടെ 2 എംപിമാർക്ക് പരിക്കേൽക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന അതിക്രമം എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ. രാഹുൽ ബി.ജെ.പി. എംപിമാർക്കിടയിലേക്ക് വന്ന് പ്രകോപനം സൃഷ്ടിക്കുകയും തുടർന്ന് നടന്ന ഉന്തും തള്ളിലുമാണ് 2 എംപിമാരുടെ തലയ്ക്ക് പരിക്കേറ്റത്. ഇതേ തുടർന്ന് പ്രതാപ് ചന്ദ്ര സാരംഗിയെ RML ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റേണ്ട സാഹചര്യം പോലും ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. എംപിമാരാണ് രാഹുലിനെതിരെ പരാതി നൽകിയത്. അനുരാഗ് സിംഗ് താക്കൂറും അതുപോലെ തന്നെ ന്യൂഡൽഹി എം പി ബാൻസുരി സ്വരാജും 19-ാം തീയതി ഉച്ചയ്ക്ക് ഡൽഹി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിരുന്നു. ആദ്യം പ്രാഥമികമായ അന്വേഷണം ഡൽഹി പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. പിന്നീട് ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറുകയായിരുന്നു. ഇന്നിപ്പോൾ പ്രതാപ് ചന്ദ്ര സാരംഗിയുടെയും മുകേഷ് രജപുത്തിന്റെയും മൊഴി രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ച് എത്തുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ഈ 2 എംപിമാരുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷമാകും ഒരുപക്ഷെ രാഹുലിനെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുക. ദേവിക. ശരി, ഗൗതം.